കർക്കിടകം ആരംഭിച്ചു. പഞ്ഞക്കർക്കിടമാണെങ്കിലും മലയാളികൾക്ക് ആരോഗ്യ സംരക്ഷണത്തിന്റെ നാളുകളാണ് ഇനി വരുന്നത്. ആരോഗ്യ പരിപാലനം അങ്ങനെ നടക്കുമ്പോൾ മനസ്സിനും കൂടി കുറച്ച് സുഖമുള്ള കാഴ്ചകൾ വേണ്ടി അതുമായിട്ടാണ് കലിഡോസ്കോപ്പ് എത്തുന്നത്. ഇത്തവണ നമുക്കൊപ്പം ചില ആളുകളാണ്. അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കാണാം കലിഡോസ്കോപ്പ്. കർക്കിടക മാസം രാമായണ മാസാചരണം കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തവണ കലിഡോസ്കോപ്പിൽ ആദ്യം ഒരു ഭക്തി നിർഭര വിശേഷമാണ്. ഇത്തവണത്തെ കാലവർഷത്തിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി ശിവലിംഗം വെള്ളത്തിനടിയിലായി. അങ്ങനെയുണ്ടായാൽ ആരാധനാമൂർത്തിക്ക് ചൈതന്യം വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. എങ്കിൽ ഏതു നേരവും ആരാധനാമൂർത്തി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ നാട്ടിൽ. മലപ്പുറം പെരിന്തൽമണ്ണ വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രം. പക്ഷേ ശിവരാത്രി നാളിൽ ഇവിടെ പൂജ നടത്തണമെങ്കിൽ അമ്പലത്തിലെ വെള്ളം വറ്റിക്കണം. സ്വയംഭൂവായ മഹാദേവനും പാർവതി ദേവിയും അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പരിലസിക്കുന്ന ക്ഷേത്രം. ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, അഷ്ടദിക്പാലകന്മാർ സാന്നിധ്യം ചെയ്യുന്ന പ്രദക്ഷിണ വഴി, സോമസൂത്രം, വഴിയ ഇല്ലിക്കല്ല്, സോപാനം, പുറത്തെ പ്രദക്ഷിണ വഴി തുടങ്ങി ഒരു ക്ഷേത്രത്തിലെ മുഴുവൻ സങ്കല്പങ്ങളും ജലത്തിൽ അധിവസിക്കുന്ന ആരാധനാലയം. ഉപദേവതയായ പരദേവത മണിക്കിണറിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് എന്നതും ഏറെ വിസ്മയകരം. 2 ശിലകൾ ചേർന്ന ഒറ്റ ശിവലിംഗത്തിലെ ചൈതന്യം, ജലത്തിൽ അധിവസിക്കുന്ന ഈ ചൈതന്യം ദക്ഷിണ ഭാരതത്തിൽ തന്നെ അപൂർവ കാഴ്ചയെന്നാണ് വിശ്വാസം. തെക്കുഭാഗത്തിലൂടെ ഒഴുകിവന്ന് ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്ത് വടക്കുഭാഗത്തിലൂടെ ഒഴുകിപ്പോകുന്ന നീർച്ചാൽ പ്രദേശത്തിന്റെയും ക്ഷേത്രത്തിന്റെയും പവിത്രതയ്ക്കും രമണീയതയ്ക്കും മാറ്റുകൂട്ടുന്നു. ക്ഷേത്രസന്നിധിയിൽ നിന്നും 1 കിലോമീറ്ററോളം തെക്കുകിഴക്കു മാറി സവളപ്പാറയിൽ ഒരു ജലാശയം നിലനിരുന്നതായും ആ ജലാശയവും ക്ഷേത്രവുമായി ഭൂഗർഭത്തിലൂടെ ബന്ധമുള്ളതായും ക്ഷേത്രത്തിൽ നടന്ന ദേവപ്രശ്നത്തിൽ കണ്ടിരുന്നു. ജലത്തിൽ അധിവസിക്കുന്നത് കൊണ്ട് തന്നെ ജലാഭിഷേകമാണ് പെരിന്തൽമണ്ണ അരക്കപ്പറമ്പ് വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ പ്രത്യേകത. മിഥുനമാസത്തിലെ മകം നാളിലാണ് 1008 കുടം ജലാഭിഷേകം നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇത്. ഇവിടെ വരുന്ന ജനങ്ങൾക്ക് സർവാഭീഷ്ടങ്ങളും സാധിച്ചു ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ഈ ചടങ്ങിന്റെയും ഈ പുരോഗതിയുടെയും കാര്യങ്ങൾ കാണുന്നത്. ജനങ്ങളാൽ തന്നെ നേരിട്ട് ജലാഭിഷേകം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ഭഗവാനും ജനങ്ങളും ഒന്നാണ് എന്നുള്ള തത്വമസി, ഞാനും നീയും ഒന്നാണ് എന്നുള്ള ആ സങ്കല്പത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. നാട്ടുകാർക്ക് പുറമെ അന്യപ്രദേശങ്ങളിൽ നിന്നും ഇതിനായി ആളുകൾ ഇവിടെ എത്തുന്നു. ഏഴ് ദിവസം വ്രതമെടുത്താണ് അഭിഷേകം നടത്തുന്നത്. ക്ഷേത്രത്തിനുള്ളിലെ മണിക്കിണറിൽ നിന്നും എടുക്കുന്ന വെള്ളം പൂജിച്ചാണ് അഭിഷേകം. ചെമ്പുകിടത്തിൽ വെള്ളമേന്തി 3 തവണ ക്ഷേത്രം വലം വെച്ചതിനു ശേഷം ശിവലിംഗത്തിലേക്ക് ധാര ചെയ്യുന്നു. ധാര നടത്താൻ മാത്രം ബ്രാഹ്മണർ ഉള്ളതൊഴിച്ചാൽ ബാക്കി എല്ലാ പൂജകളും തദ്ദേശീയർ തന്നെയാണ് നടത്തുന്നത്. കസ്തൂരി എന്ന മാൻ കസ്തൂരി തേടി നടക്കുന്നത് പോലെ ആദ്യകാലങ്ങളിൽ ഈ ചൈതന്യം ഇവിടെ വെച്ചാണ് നാട്ടുകാർ മറ്റിടങ്ങളിലേക്ക് പോയിരുന്നത്. എന്നാൽ ഇത് പിന്നീട് മനസ്സിലാക്കിയ നാട്ടുകാർ ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. കാലക്രമത്തിൽ അധപ്പതിച്ച ക്ഷേത്രം അരനൂറ്റാണ്ട് കാലത്തോളം ആരും ശ്രദ്ധിക്കാനില്ലാതെ കാടുപിടിച്ചു കിടന്നു. 1983 പ്രദേശവാസികൾ ഒത്തുകൂടി കാട് വെട്ടിത്തെളിയിച്ച് വിളക്ക് വെച്ച് പൂജ ആരംഭിക്കുകയായിരുന്നു. 2007 നടത്തിയ സ്വർണ പ്രശ്നത്തോടെയാണ് ക്ഷേത്രത്തിന് പുതിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്.
പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 1983 മുതൽ ആരംഭിച്ചെങ്കിലും കാര്യമായ നിർമ്മാണ പ്രവൃത്തികൾ ഒന്നും നടന്നിരുന്നില്ല. ശ്രീകോവിലിന്റെ തറ മാത്രം ഉണ്ടായിരുന്ന ക്ഷേത്രത്തിലേക്ക് നല്ലൊരു വഴി പോലും ഉണ്ടായിരുന്നില്ല. ഭക്തജനങ്ങളുടെ വരവും അപൂർവം. 2007ഓടെയാണ് ക്ഷേത്രം വീണ്ടും പ്രതാപത്തിലേക്ക് എത്തിയത്. ക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിൽ ആയതുകൊണ്ട് തന്നെ കാഠിന്യമേറിയ ചെങ്കല്ലുകൊണ്ടാണ് തറയും ചുവരും നിർമ്മിച്ചത്. നീക്കിയിരുപ്പോ മൂലധനമോ ഒന്നുമില്ലാത്ത ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ഭക്തജനങ്ങളുടെ സഹകരണത്തിലാണിപ്പോൾ. മഹേശ്വര ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാളായ ശിവരാത്രിക്ക് ഇവിടെ പൂജ ചെയ്യുന്നത് വെള്ളം വറ്റിച്ചാണ്. ആ ദിവസം മാത്രം ശിവലിംഗം പുറത്തു കാണുകയുള്ളൂ. ശിവലിംഗം വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ ചൈതന്യം വർദ്ധിക്കും എന്നാണ് വിശ്വാസം. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ആലുവ മണൽപ്പുറത്തെ ശിവലിംഗം വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ആ ചൈതന്യം തേടി ഭക്തജനങ്ങൾ ഒഴുകിയെത്തിയിരുന്നു മണപ്പുറത്തേക്ക്. ഈ അർദ്ധനാരീശ്വര ചൈതന്യം ലോകം മുഴുവൻ എത്തിയാൽ ഇവിടെയും പിന്നെ ഭക്തജന പ്രവാഹമായിരിക്കും.